പിന്നെ ഒരു കാര്യം പറഞ്ഞു കേട്ടോ, ഇതില് എൻ്റെ വൈഫ് അഭിനയിച്ചിട്ടുണ്ട്. എത്ര നേരമായിട്ട് ആരും പറഞ്ഞില്ല, ജേർണലിസ്റ്റ് ആയിട്ടാണ് അഭിനയിച്ചാണിത്. സോഷ്യൽ മീഡിയയിൽ കോപ്രായം കാണിച്ചു നടക്കുന്നതിന്റെ ഇന്റർവ്യൂ കാണാൻ പ്രേക്ഷകന് താല്പര്യം. വത്സന്റെ വൈഫ് അതും ഈ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഒരു ചാനലിൻ്റെ റിപ്പോർട്ടറായിട്ട് അഭിനയിക്കാൻ വേറെ ആളൊക്കെയാണ് ആദ്യം തീരുമാനിച്ചു വെച്ചിരുന്നത്. പക്ഷെ അവർ വന്നില്ല. അവർക്കൊന്ന് വണ്ടിയിൽ നിന്ന് ആക്സിഡൻ്റ് ഉണ്ടായി. വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് എന്തോ പറ്റിയിട്ടാണ് വന്നില്ല. നിങ്ങളെപ്പോലെ തന്നെ രണ്ടുപേരാണ് ആദ്യം ഉദ്ദേശിച്ചത്. പക്ഷെ അതിപ്പോൾ ലാസ്റ്റ് വത്സൻ്റെ വൈഫിലേക്ക് വന്ന് നമ്മുടെ സുധീഷ് നാരായണൻ മേക്കപ്പ് മാൻ പുള്ളി അതിൻ്റെ ഒരു പേരായിട്ട് നിന്ന് അങ്ങനെ രണ്ടുപേരും കൂടി അത് ചെയ്ത് അത് വത്സനും ആ സമയത്ത് വൈഫിനെ കൊണ്ട് തന്നതിലും വളരെ സന്തോഷമുണ്ട്. കാരണം അത് ഞാനിത് വത്സൻ്റെ വൈഫിനോട് പറഞ്ഞപ്പോൾ തന്നെ പുള്ളിക്ക് അതേ ഇല്ല ഞാൻ ചെയ്യില്ല എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അയാളാണ്. പക്ഷേ ഞാൻ സ്ക്രിപ്റ്റ് ചെയ്ത് കൈ കൊടുത്തു മോൻ ഇതാണ് ചെയ്യുന്നത് പറഞ്ഞപ്പോൾ ഇത് കണ്ടോടുകൂടി ചാനൽ റിപ്പോർട്ടു എന്നാൽ ചെയ്തിട്ടെന്നെ കാര്യമുള്ളൂ. ഒന്നാണ് അതാണ് ഇതെല്ലാം ഒത്തിരി. പിന്നെന്താ വെച്ചാൽ പിന്നെ നമുക്ക് ഈ 2 ദിവസം ഈ വീട് തന്നത് വീട് അത് ഭയങ്കര ഒരു ഐശ്വര്യമാണ് നമുക്ക്. കാരണം വെച്ചാൽ ഇതിന്റെ ഓണർ ഇവിടെ ഇല്ലെന്ന സ്ഥലത്തിലെ ഒരു ഫാമിലിയായിട്ട് അയർലൻഡിലാണ്. അപ്പോൾ ഇതിന്റെ ഇപ്പോൾ താക്കോലും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഏൽപ്പിച്ചത്. ഇപ്പോൾ 1.5 വർഷം അതും ഈ പറഞ്ഞ വലിയൊരു കാര്യമുണ്ട്. കാരണം നമ്മൾ ഇപ്പോൾ സ്ത്രീകളായാലും ഒക്കെ പകലൂടെ എല്ലാം ഉണ്ട്. കാരണം സ്ത്രീകളൊക്കെ അറിയില്ല ബാത്റൂമിൻ്റെ വലിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ അവർക്ക് സ്വതന്ത്രമായിട്ട് നിൽക്കാനും ഭക്ഷണം കഴിക്കാനും ഇനിയിപ്പോൾ അവർക്ക് ഏതെങ്കിലും റൂമിൽ കിടക്കാനും റെസ്റ്റ് എടുക്കാനും എല്ലാം സൗകര്യത്തിൽ വീട് കിട്ടി. കാരണം ആരും ഇല്ല ഇറങ്ങി മാറിയിരിക്കുന്ന അങ്ങനെ നിൽക്കുന്ന ആ തുറക്കില്ല അങ്ങോട്ട് പോലെ ഇങ്ങനെ അങ്ങനെ പറയുന്ന ആരും തന്നെ ഇല്ല. വലിയൊരു ഹോട്ടൽ കിട്ടിയ പോലെ നമുക്ക് വീട് 2 ദിവസത്തേക്ക് 3 ദിവസത്തേക്ക് ഞങ്ങൾക്ക് 3 ദിവസത്തേക്ക് ഫ്രീ ആയിട്ട് കിട്ടി. എല്ലാം ഉണ്ട് എല്ലാവരും ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞത് ആ ശക്തി എന്ന് പറഞ്ഞാൽ ആ ശക്തി എനിക്ക് നമ്മുടെ അതുകൊണ്ട് എല്ലാം ഒരുപാട് സൗഭാഗ്യങ്ങൾ ഈ ഷോർട്ട് ഫിലിമിൽ തന്നിട്ടുണ്ട്. ഇപ്പോൾ ആർട്ടിസ്റ്റ് ആയാലും ക്യാമറമാനായാലും ലൊക്കേഷനായാലും എല്ലാം ഭക്ഷണമായാലും ഫുഡ് എല്ലാ ഫുഡും ആരും നല്ല ഫുഡായിരുന്നു. എല്ലാവർക്കും ആ വീട് തന്നത് സാധിച്ചാട്ട് തന്നെ മറ്റേ നമ്മൾ അഭിനയിച്ച വീടില്ലേ അതന്നെ പുള്ളി പറഞ്ഞു 2 ദിവസത്തെ പണി കളഞ്ഞിട്ടാണ് ഞാൻ നിൽക്കണേന്ന് പറഞ്ഞു. പണിക്കാച്ചിട്ടുണ്ടെന്ന് അത് കളഞ്ഞു. ഞാൻ കുഴപ്പമില്ല ചേട്ടാ ഇതൊക്കെ നല്ല രീതിക്ക് വേണ്ടിയാണ് ഒരു എല്ലാം നമ്മൾ ഇപ്പൊ ഈ വീട്ടിൽ നിന്നുണ്ട്. ഇതൊരു മധ്യഭാഗമാണ്, ചുറ്റുവട്ടമാണ്. നമ്മൾ അടുത്തടുത്തുള്ള എല്ലാ സ്ഥലങ്ങളും കടയായാലും ഈ സ്ഥലമായാലും കാരണം അന്ന് ഈ ടീച്ചറും ഡാൻസ് ചെയ്ത് തിരിച്ചു വന്ന് ഞങ്ങൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് ഇതിന് ശരിക്കും തുടക്കം വെക്കുന്നത്. ഈ വീടാണ് ശരിക്കും തുടക്കം. ഈ വീട് തന്നെയാണ് തുടങ്ങിയതും. എൻ്റെ ഒരു ഇത് പറയാട്ടോ, നമ്മള് ഫസ്റ്റ് ഇവിടെ വന്ന എനിക്കൊരു നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീട് കാണുന്ന സ്ഥലം കാണുന്ന ഷുഗറിന്റെ കറപ്പിൽ വന്നിട്ട് ഇവിടെ പക്ഷെ എനിക്ക് അങ്ങനെ ഒരു നിങ്ങളെല്ലാരും ഒന്നാമത് മനസ്സിലായിട്ട് നിങ്ങളെല്ലാരും കണ്ടപ്പോ പരിചയമില്ലാത്ത ആൾക്കാരാണല്ലോ. എനിക്ക് അങ്ങനെ ഒരു ഫീല് തോന്നിയിട്ടില്ല എന്നുള്ള വന്നു മുതലേ നമ്മൾ കെട്ടിപ്പിടിച്ചും എല്ലാവരും അടിയാണ്. കാരണം ഏട്ടനുള്ള അടിയാണ് കേട്ടോ. ഇപ്പോഴും അതെ ഞങ്ങള് കണ്ട അടിയാണ് ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട്. അതൊരു വല്ലാത്തൊരു ഒരു ഭാഗ്യമാണ് അത്. വന്നു മുതലേ ഞാൻ എല്ലാവരുമായിട്ടുള്ള ഒരു ബന്ധം അതാണ്. ആ ബന്ധം കൊണ്ടായിരിക്കും ഇത്രയും വൃത്തിയായിട്ട് ഇത് ചെയ്യാനോട് ഫ്രീ മൈൻഡായിട്ട് ചെയ്യാൻ പറ്റും. കാരണം അതന്നെ എല്ലാവരും ഒരു കുടുംബം പോലെ എല്ലാം ഓരോ മനസ്സോടെ എല്ലാവരും ഓരോ മനസ്സോടെ ഒറ്റ നിന്ന് ഇപ്പോൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ആർക്കും അങ്ങാടും ഇങ്ങാടും യാതൊരു അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ ഒരാൾ പോലും ഒരാളോട് മുഖം കറുപ്പിക്കാനുള്ള അവസരം അത്രത്തോളം ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുമ്പോൾ ബാക്കിക്കുന്ന ഒരാൾ സംസാരിക്കാൻ പോലും കണ്ണുരുട്ടും ഇന്ന് പൂത്തരാവും. അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ സാധനം ഷൂട്ട് ചെയ്യുമ്പോൾ ഇമോഷണൽ സീൻ ടീച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അമ്മയായാലും സ്പാർക്കിൻ്റെ സാറായിട്ടുള്ള ഗൗരവമുള്ള സംഭവം ചെയ്തിരിക്കുമ്പോൾ അവിടെ നിന്ന് കോമാളിത്തരം പറയാം. അപ്പോൾ നമുക്ക് ദേഷ്യം വരില്ലേ? അവർ ചിരിച്ചു പോകും. അത് തമാശ അല്ല, അത് ആർട്ടിസ്റ്റ് ചിരിച്ചു പോകും. കാരണം നമ്മൾ എത്ര നല്ല ആർട്ടിസ്റ്റ് കൊണ്ട് കണ്ണാങ്കടയിൽ പോകും, ഓട്ടോമാറ്റിക് കണ്ണാങ്കടയിൽ പോകും. അത് സ്വാഭാവികമാണ്. നമ്മളിപ്പോൾ ഇത് കണ്ടിട്ടുള്ള ഒരുപാട് ആളുകൾ എനിക്ക് വാട്സപ്പിലും അതുപോലെ യൂട്യൂബിലാണെങ്കിലും ഒരുപാട് ആളുകൾ നല്ല നല്ല മെസ്സേജ് വിട്ടിട്ടുണ്ട്. താങ്ക്സ് ഒരു പ്രത്യേകം പറയാണ്. അതന്നെ അതുപോലെ ടീച്ചർ ഇവരെ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. എൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ കണ്ടിട്ട് ടീച്ചർ ഓടുന്നതാണ് വിചാരിച്ചു. എന്ത് പറയാം, ടീച്ചർ അത്രയും ടീച്ചറെ ഇത് കാണുമ്പോൾ ഞാൻ തന്നെ ചിലപ്പം ഇത് വിട്ടുപോകും. കാരണം ടീച്ചർ കാണിക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ടീച്ചറാണെങ്കിൽ അത്രയും ഇതായിട്ട്. പിന്നെ അമ്മ ഒന്നും പറയാനില്ല. അവരെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല. അതേ ഞാൻ ഇപ്പോൾ പറഞ്ഞ ടീച്ചറോട് പറഞ്ഞു എനിക്ക് ഭയങ്കര ഇതായിരുന്നു ഒരു ചീന കണ്ട് ഞാൻ അതുപോലെ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ കമൻറ്റ് ചെയ്തവർക്ക് എല്ലാവർക്കും കേട്ടോ താങ്ക്സ്.